ഇല്ലേ നമുക്ക്. 6 മണി 5:29 നമുക്കൊരു കുറച്ച് നേരം കൂടി നോക്കാം. ആരുമില്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി നോക്കാം. ഞാൻ നക്ഷത്രഫലം പറയുന്നില്ല, നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇടാം. ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടാം. ഡേറ്റ്, മാസം, വർഷം, ജനനസമയം അത് കൃത്യമായിട്ട് ഇടുകയാണ്. നമുക്ക് നോക്കാം. സൂര്യവിശാഖം 20/3/2006. 20/3 സൂര്യ ലൈക്ക് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്താൽ 20/3/2006. 20/3/2006 5:55 AM. 5:55. 5:55. 19 വയസ്സ് 10 മാസമായിട്ടുണ്ട്. കുംഭലഗ്നം. ലഗ്നത്തിൽ ബുധൻ, അതായത് 5ഉം 8ഉം ഭവനാധിപനായ ബുധൻ ലഗ്നത്തിൽ ദിഗ്ബലത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ലഗ്നാധിപനായ ശനി 6ാം ഭാവത്തിൽ ഉപജയ രാശിയിൽ നിൽക്കുന്നത്. ആ രാശി അത്ര പന്തി അല്ലെങ്കിലും 6ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് പറയുന്നത്. ഉപജയ രാശിയാണ്, വേറെ ദോഷമോ കാര്യങ്ങളും പറയുന്നില്ല. ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. 3ൻ്റെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി. അപ്പോൾ ലഗ്ന 2ഉം 11ഉം ഭവനാധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്കുള്ളത് കൊണ്ട് ലഗ്നത്തിലേക്കൊക്കെ പരിപൂർണമായിട്ട് ബലമുണ്ട്. 2ാം ഭാവമുണ്ട് രവി. സർക്കാർ അധികാരത്തിൻ്റെ, അതായത് പണം ഉണ്ടാക്കി ഉന്നത അധികാരികളാൽ പണം ഉണ്ടാക്കി അതായത് നല്ല രീതിയിൽ പണ്ഡിതനെ. ഇപ്പോൾ രവി 2 നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും പറയുന്നില്ല, പക്ഷേ വാക്കുകളൊക്കെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 2ാം ഭവനാധിപനാണ് വ്യാഴം, ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ 10ാം ഭവനാധിപൻ എന്ന് പറയുന്നത് 10ൽ ചന്ദ്രൻ, 10ലേക്ക് കുജൻ 10ഉമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ബുധൻ 10ഉമായിട്ട് ബന്ധപ്പെടുമ്പോൾ നല്ല യൂണിഫോം ജോലി മേഖലയ്ക്ക് കിട്ടാൻ സാധ്യതയുള്ള ഗ്രഹനില തന്നെയാണ്. പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ഉയർന്ന ജോലിയൊക്കെ കിട്ടും. പക്ഷേ എന്ത് കാര്യത്തിനും കുറച്ച് നിയന്ത്രണം വേണം. എടുത്തുചാട്ടമൊക്കെ കുറയ്ക്കുക, വാശി കുറയ്ക്കുക, കരിയറിലേക്കൊക്കെ ഒരു ലക്ഷ്യത്തിലേക്ക് ഓർക്കാം. അതുമാത്രമല്ല 10ാം ഭവനാധിപൻ 12ൽ ഈ രവി ലഗ്നാധിപൻ അറിയും. ഇപ്പോൾ ചാരവശാൽ ഇപ്പോൾ ദോഷ സമയമല്ല. എന്നുവെച്ചാൽ ഈ സ്വന്തം ശനി 2ലൂടെ സഞ്ചരിക്കുകയാണ്. ഇനി